പ്രഭാസിന്റെ അടുത്ത പാൻ വേൾഡ് സിനിമയാണ് കൽക്കി. മഹാനടി സിനിമയൊക്കെ സംവിധാനം ചെയ്ത നാഗശ്വനാണ് കൽക്കി സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡയറക്ടർ നാഗശ്വന്റെ കാര്യം എടുത്താൽ പുള്ളി 10 വർഷം സമയമെടുത്താണ് കൽക്കിയുടെ തിരക്കഥ തയ്യാറാക്കിയത്. 2 വർഷത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒടുവിൽ 2 വർഷം എടുത്താണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. കൽക്കി സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞത് 650 കോടിയാണ്. ഇതിൽ 300 കോടിയും സിനിമയിലെ പ്രഭാസിന്റെയും മറ്റ് താരങ്ങളുടെയും പ്രതിഫലമായിരുന്നു. ബാക്കി 350 കോടിയാണ് കൽക്കി സിനിമയുടെ മേക്കിംഗ് ബഡ്ജറ്റ്. പടത്തിന്റെ മുഴുവൻ ബഡ്ജറ്റിന്റെ പകുതിയിൽ കൂടുതൽ ചിലവാക്കിയത് CG ഉൾപ്പെടെയുള്ള സിനിമയുടെ മേക്കിങ്ങിന് വേണ്ടിയാണ്. അതിന്റെ ക്വാളിറ്റി കൽക്കിയുടെ ട്രെയിലറിൽ തന്നെ കാണാനുണ്ട്. കൽക്കിയുടെ ഇതേ ബഡ്ജറ്റിൽ വന്ന പ്രഭാസിന്റെ സിനിമയായിരുന്നു ആദിപുരുഷ്. രണ്ടിന്റെയും നിലവാരം മനസ്സിലാക്കാൻ ആദിപുരുഷ് ഫുൾ മൂവിയും കൽക്കിയുടെ 3 മിനിറ്റ് ട്രെയിലറും തന്നെ ധാരാളം. പ്രോജക്ട് കെ എന്ന പേരിൽ ആരംഭിച്ച ഈ സിനിമ ഇപ്പോൾ കൽക്കിയിലെത്തി നിൽക്കുമ്പോൾ 2 പാർട്ടുകളായാണ് തയ്യാറായിട്ടുള്ളത്. സിനിമയുടെ കാസ്റ്റിന്റെ കാര്യം എടുത്താൽ മൾട്ടി സ്റ്റാർ കാസ്റ്റ് ആണ്. പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ, പിന്നെ സ്പെഷ്യൽ അപ്പിയറൻസ് ആയി ദുൽഖർ സൽമാൻ, രാജമൗലി, വിജയ് ദേവരക്കൊണ്ട, റാണ, പിന്നെ ഇനി റിവീൽ ചെയ്തിട്ടില്ലാത്ത കുറെ കാസ്റ്റുകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. കൽക്കി ട്രെയിലർ ചെറുതായിട്ട് ഡീകോഡ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ട്രെയിലറിലേക്ക് വരുന്നതിന് മുമ്പ് കൽക്കി ആരാണ്? ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായി ഇനി അവതരിക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന അവതാരമാണ് കൽക്കി. കൽക്കി കലിയുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4 യുഗങ്ങളാണ് ഉള്ളത്: സത്യയുഗം, ത്രേതയുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിലാണ് കൽക്കി അവതരിക്കുന്നത്. അതായത് ഈ യുഗത്തിൽ ഇത് കലിയുഗമാണ്. കലിയുഗം എന്ന് പറയുന്നത് അധർമ്മങ്ങൾ സംഭവിച്ച് ദുഷ്ടശക്തികൾ പെരുകുമ്പോൾ ലോകം നശിച്ചു തുടങ്ങും. ഭൂമിയിലുള്ള പലതും മൺമറഞ്ഞു പോകും, പുതിയ പലതും ഉടലെടുക്കും. ദുഷ്ടശക്തികളാൽ ലോകം നശിക്കുമ്പോൾ മനുഷ്യജീവനുകൾ നിസ്സഹായരാകും. അപ്പോൾ കൽക്കി അവതരിക്കും, കലിയുഗം അവസാനിക്കും. കലിയുഗത്തിന്റെ അവസാനമാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം. കലികാലത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ തിന്മകൾ വർദ്ധിക്കും. മനുഷ്യന്റെ ഉള്ളിൽ ദുഷ്ടതകൾ വിതയ്ക്കുന്നത് കലിയാണ്. കലികാലം അവസാനത്തോടടുക്കുമ്പോൾ തിന്മയുടെ എക്സ്ട്രീം വെർഷനിൽ എത്തി നിൽക്കും. മനുഷ്യന്റെ ഉള്ളിലെ തിന്മയും കോപവും നിയന്ത്രിക്കുന്നത് കലിയാണ്. അപ്പോ കലിയുഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കലിയുടെ അവസാനമാണ്. കലിയുടെ അന്ത്യമാണ് കലിയുഗത്തിന്റെ അവസാനം. കലി ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം. ഇനി ട്രെയിലറിലേക്ക് വരാം. പടത്തിന്റെ സ്റ്റോറി എത്രത്തോളം വൈഡ് ആണെന്ന് ഈ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം ടൈറ്റിൽ: കൽക്കി 2898 AD. 2898 സിനിമയുടെ കഥ നടക്കുന്നത്. ഇപ്പോ വർഷം 2024. 874 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വർഷം മറക്കണ്ട, 2898. നമ്മളിപ്പോ ഉള്ളത് 2898 വിചാരിക്കുക. ട്രെയിലറിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് കലികാലം അതിന്റെ എക്സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു. ഭൂമി തന്നെ വല്ലാതെ മാറിപ്പോയി. മറ്റേതോ വരണ്ട ഗ്രഹം എന്ന് തോന്നിപ്പിക്കും വിധം ഭൂമി മാറിക്കഴിഞ്ഞു. 2898 ഭൂമിയിലെ ജനസംഖ്യ വൻതോതിൽ കുറഞ്ഞു. സമുദ്രങ്ങളും ജലാശയങ്ങളും വറ്റി വരണ്ട് ജലാംശമില്ലാതെ ഭൂമി മൺകൂനയായി മാറി. ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങൾ പലതും മൺമറഞ്ഞു പോയി. പുതിയ ടെക്നോളജികൾ വന്നു. സാധാരണ ജനങ്ങൾ ഒരു അധികാര കേന്ദ്രത്തിന്റെ അടിമകളായി മാറി. പതിയെ പതിയെ ഭൂമി വാസയോഗ്യമല്ലാതെയായി. അതിനർത്ഥം ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു പോയിരുന്നിരിക്കാം. അടുത്ത ഷോട്ട് മരുഭൂമി എന്ന് തോന്നിപ്പിക്കുന്നിടത്ത് നിന്നും ഒരു ട്രക്ക് വരുന്നതായി കാണാം. ആ വണ്ടിയിൽ കുറെ ആൾക്കാരെ കുത്തി നിറച്ചാണ് കൊണ്ടുവരുന്നത്. വണ്ടിയുടെ അകത്തും പുറത്തും മൊത്തം ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർ മുഖം മൂടിയിരിക്കുന്നതായി കാണാം. അതിനർത്ഥം ചുറ്റും പൊടിപടലങ്ങളുണ്ട്. ഓക്സിജന്റെ അളവ് ഇപ്പോഴത്തേതിൽ നിന്ന് കുറഞ്ഞിരിക്കാം. വണ്ടിയിൽ ആൾക്കാരെ കൂടാതെ കുറെ സാധനങ്ങളും കെട്ടിവെച്ചിരിക്കുന്നതായി കാണാം. ടെന്റ് ഒക്കെ ഉണ്ട്. അവർ വരുന്ന സ്ഥലം കണ്ടിട്ട് മണ്ണിടിച്ചിലുണ്ട്. അപ്പോ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും താമസം മാറി വരികയാണ്. അവർ എവിടേക്കാണ് പോകുന്നതെന്ന് തൊട്ടടുത്ത ഷോട്ടിൽ പറയുന്നുണ്ട്. ഭൂമിയിലെ ആദ്യത്തെ നഗരം കാശി. ഇപ്പോ ഭൂമിയിലെ അവശേഷിക്കുന്ന അവസാനത്തെ ഒരേ ഒരു നഗരവും അത് തന്നെ. ഇതാണ് 2898 കാശി. കണ്ടോ? ഗംഗാ നദി വരെ വറ്റിപ്പോയി. ജലത്തിന്റെ ഒരംശം പോലും അവിടെ ഇല്ല. അടുത്ത ഷോട്ടിൽ ഒരു കുട്ടി വയ്യാണ്ടായി കിടക്കുന്നത് കാണാം. അത് ആ അറ്റ്മോസ്ഫിയർ കാരണമാണ്. ജലമില്ല, ഓക്സിജന്റെ അളവിൽ കുറവ്. ഒരു ജീവൻ നിലനിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാലം. ഈ ഒരു ഷോട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ചെറിയ തലമുറ ഈ കാലത്തെ അതിജീവിക്കുന്നത് പ്രയാസമാണ്. ചെറിയ തലമുറ നശിച്ചാൽ അടുത്ത തലമുറ ഉണ്ടാവില്ല. ഭൂമിയിൽ നിന്ന് അവശേഷിക്കുന്ന മനുഷ്യരാശി വംശനാശം സംഭവിക്കും. അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി വാസയോഗ്യമല്ലെന്നാണ് ഈ ഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഷോട്ട് ഈ സാധനമാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണാം. അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആകാശം മുട്ട കാണും. ഇതിന്റെ ചെറിയൊരു ഷോട്ടാണ് ഇത്. അതിന്റെ ഫുൾ വലുപ്പം കാണിച്ചിട്ടില്ല. അപ്പോ അതിന്റെ താഴെയായി നേരത്തെ വണ്ടിയിൽ വന്ന ആൾക്കാർ മുകളിലേക്ക് അതിനെ നോക്കി നിൽക്കുന്നതായി കാണാം. അപ്പോ ഒരു കുട്ടി മുകളിൽ വെള്ളമുണ്ടെന്ന് പറയുന്നു. മുകളിൽ വെള്ളമുണ്ടെന്ന് ആ കുട്ടി പറയുന്നത് ഒരു അത്ഭുതത്തോടെയാണ്. അപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളമാണ്.
അവിടെ ഇല്ലാത്തതും ആ കുട്ടികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും വെള്ളമായിരിക്കാം. കുടിക്കുന്ന വെള്ളമല്ലേ? നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ കടലും കുളവും വെള്ളച്ചാട്ടവും പുഴയും ഒന്നും ആ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു കൗതുകത്തിലാവാം കുട്ടി അങ്ങനെ പറയുന്നത്. അപ്പോ അവർ കണ്ടിട്ടില്ലാത്ത ഇതുപോലെ എന്തോ ഒന്ന് അതിന്റെ മുകളിലുണ്ട്. അതാണ് ഒരു കൗതുകത്തോടെ ആ കുട്ടിയും മറ്റുള്ള ആൾക്കാരും അതിലേക്ക് നോക്കി നിൽക്കുന്നത്. അടുത്ത ഷോട്ടിൽ ഒരപ്പാപ്പൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയെ മൊത്തമായി ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അതായത് വെള്ളവും വെള്ളച്ചാട്ടവും പുഴയും മരങ്ങളുമെല്ലാം മുകളിൽ ഉണ്ടാവുമെന്നാണ് പുള്ളി പറയുന്നത്. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നെന്ന് പുള്ളി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ കോർണർ കൊണ്ടായിരിക്കാം ജലമൊക്കെ അത് ഊറ്റിയെടുത്ത് മുകളിൽ എത്തിക്കുന്നത്. ഈ കുഴൽ കിണറിൽ നിന്ന് പൈപ്പ് ഉപയോഗിച്ച് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യില്ലേ, അതുപോലെ ഈ സാധനവും ഇവർ രണ്ടുപേരും പറഞ്ഞതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. അടുത്ത ഷോട്ടിൽ കാണുന്നത് മറ്റൊരു ലോകമാണ്. അവിടെ ജലവും ജലസ്രോതസ്സുകളും മരങ്ങളും കാടുകളും വെള്ളച്ചാട്ടങ്ങളും പുഴയും എല്ലാം ഉണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് ഈ കാണുന്ന സാധനത്തിന്റെ മുകളിലായിരിക്കാം. നേരത്തെ ഒരു കുട്ടി മുകളിൽ വെള്ളമുണ്ടോ എന്ന് ഒരു അപ്പാപ്പനോട് ചോദിച്ചപ്പോ ഭൂമിയിലുള്ളതെല്ലാം ഊറ്റിയെടുക്കുമല്ലേ, എല്ലാം അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞില്ലേ? എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആർട്ടിഫിഷ്യലായി ഇതുപോലൊരു സാധനം ഉണ്ടാക്കി അതിന്റെ മുകളിൽ മറ്റൊരു ലോകം ഉണ്ടാക്കിയെടുത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നതെല്ലാം അവിടെയാക്കി അവർ കൊമ്പത്ത് കയറി ഇരുന്നിട്ട് താഴെ ഭൂമിയിലുള്ളവരെ നശിപ്പിച്ച് ഭൂമിയെ മറ്റൊരു ലോകമാക്കി വാർത്തെടുക്കാൻ പോകുവാണ്. ആരാണ്? ദേ ഇവരൊക്കെ. ഇവർ ദുഷ്ടശക്തികളായ മനുഷ്യരാവാം, അന്യഗ്രഹ ശക്തികളോ ആവാം. അവരുടെ ലക്ഷ്യം ഭൂമിയിൽ അവശേഷിക്കുന്നതെല്ലാം നശിപ്പിച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കുക. ഇവർക്ക് ഒരു നേതാവുണ്ട്, അയാളെ സുപ്രീം യാസ്കിൻ എന്ന് പറയുന്നു. ഈ പുള്ളിയാണ് ഈ അവശേഷിക്കുന്ന ലോകത്തെയും നിയന്ത്രിക്കുന്നത്. ദുഷ്ടശക്തികൾ പെരുകി കലികാലം അതിന്റെ എക്സ്ട്രീമിലെത്തി നിൽക്കുമ്പോഴാണ് ആകാശത്ത് ഒരു പ്രത്യേക നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത്. പുരാണങ്ങൾ പ്രകാരം ആ നക്ഷത്രം ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങളും പിറവിയെടുക്കുന്നതിന്റെ അടയാളമായിട്ടാണ്. 2898 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ആകാശത്തിൽ ആ നക്ഷത്രം ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് 6125 വർഷങ്ങൾക്ക് മുമ്പ് 3228 BC ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴാണ്. ഇവിടെ ഈ സീനിൽ ഒരാൾ പറയുന്നുണ്ട് എന്തോ ഒന്ന് ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് 6000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. അപ്പോ നമ്മുടെ ഡീകോഡിംഗ് കറക്റ്റ് ആയ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 6000 വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെട്ട അതേ നക്ഷത്രമാകാം. അതിനർത്ഥം 6000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഹാവിഷ്ണുവിന്റെ ഒരവതാരം പിറവിയെടുക്കാൻ പോകുന്നു. കൽക്കി അവതരിക്കാൻ പോകുന്നു. കൃഷ്ണന്റെ ജനനവും കൽക്കിയുടെ ജനനവും ഏകദേശം ഒരേ രീതിയിലാണ്. കൃഷ്ണൻ കംസനെ കൊല്ലാൻ വന്നു, കൽക്കി കലിയെ കൊല്ലാൻ വരുന്നു. കൃഷ്ണന്റെ ജനനവും ജീവിതവും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെയാണ് കൽക്കിയുടെ നിന്നുമാണ് ഈ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. 6000 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കൽക്കി അവതരിക്കാൻ പോകുന്നത് എല്ലാവരും അറിയുന്നു. അതിന്റെ അടയാളമായി ഭൂമിയിൽ വീണ്ടും പല മാറ്റങ്ങളും ഉണ്ടായി. കൽക്കി ജനിക്കാൻ പോകുന്നത് ദീപിക പദുകോണിന്റെ മകനായിട്ടാണ്. ദീപികയുടെ വയറ്റിൽ ഇപ്പോ കൽക്കിയുണ്ട്. ഇതറിഞ്ഞ മറ്റവന്മാർ ദീപികയും വയറ്റിലുള്ള കൽക്കിയെയും കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ദീപികയ്ക്കും കുഞ്ഞിനെ ഒരു പ്രൊട്ടക്ടറായി അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറായിട്ടുള്ള അശ്വത്ഥാത്മാവ് എത്തുന്നു. ഇനി റൂട്ട് അശ്വത്ഥാമാവിലേക്ക് ടേൺ ചെയ്യുവാണ്. ഈ അശ്വത്ഥാമാവ് മഹാഭാരതത്തിലെ അതേ അശ്വത്ഥാമാവ് തന്നെയാണ്. പുനർജന്മമല്ല, 6000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അതേ അശ്വത്ഥാമാവ് തന്നെ. 6000 വർഷങ്ങൾക്ക് ശേഷവും 2898 വരെ ഇത്രയും വർഷം അശ്വത്ഥാമാവ് എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥാമാവ്. അതായത് ഒരിക്കലും മരിക്കാത്തവൻ. എങ്ങനെയാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായതെന്ന് പറയാം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്രോണാചാര്യരുടെ മകനായിട്ടാണ് അശ്വത്ഥാമാവ് ജനിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് ദുര്യോധനൊപ്പം കൗരവപക്ഷത്തിൽ നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തു. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെ എല്ലാ സന്തതികളെയും, അതായത് പാണ്ഡവരുടെ അടുത്ത തലമുറയെ മുഴുവൻ അശ്വത്ഥാമാവ് ക്രൂരമായി കൊലപ്പെടുത്തി. കൂടാതെ അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ ഭാര്യയായ പൂർണ്ണ ഗർഭിണി കൂടിയായിരുന്ന ഉത്തരയ്ക്ക് നേരെ അശ്വത്ഥാമാവ് ആയുധം പ്രയോഗിച്ചതിന്റെ ഫലമായി ഉത്തരയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചുപോയി. ഇതോടുകൂടി പാണ്ഡവ കുടുംബത്തിന്റെ രാജവംശത്തിന് അന്ത്യമായി. ഇത്രയും നീചമായ പരിപാടി ചെയ്ത അശ്വത്ഥാമാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശപിച്ചു. കൃഷ്ണൻ ശപിച്ചത് ഇങ്ങനെയാണ്: കലിയുഗത്തിന്റെ അവസാനം വരെ അശ്വത്ഥാമാവ് കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കും. കലിയുഗത്തിന്റെ അവസാനത്തിൽ പൂർണ്ണ ഗർഭിണിയായ ഒരമ്മയെയും ആ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും സംരക്ഷിച്ച് ഒരാപത്തുമില്ലാതെ ആ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി 6000 വർഷങ്ങൾക്ക് മുമ്പ് അശ്വത്ഥാത്മാവ് ഒരമ്മയോടും കുഞ്ഞിനോടും ചെയ്ത തെറ്റിന് മോക്ഷം ലഭിക്കും. ഇത് ശരിക്കുള്ള കഥയാണ്. ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി. കലിയുഗത്തിൽ അശ്വത്ഥാമാവ് സംരക്ഷിക്കേണ്ട കുഞ്ഞാണ് കൽക്കി. അശ്വത്ഥാമാവ് 6000 വർഷത്തോളം മരണമില്ലാതെ ജീവിച്ചത് ഈ കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടിയാണ്. കൽക്കി ജനിക്കുന്നതോടുകൂടി കൃഷ്ണൻ ശപിച്ചതിൽ നിന്നും അശ്വത്ഥാമാവിന് ശാപമോക്ഷം ലഭിക്കും.
അശ്വത്ഥാമാവിന്റെ ലക്ഷ്യം കൽക്കിയുടെ ജനനം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും പുള്ളി നേരിടും. ട്രെയിലറിൽ ഒരു കുട്ടി അശ്വത്ഥാമാവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരുടെയും രക്ഷകനാണോ എന്ന്. അപ്പോ പുള്ളി മറുപടി പറയുന്നത്, ഞാൻ ഒരാൾക്ക് മാത്രമാണ് രക്ഷകനാകേണ്ടത്, അതായത് കൽക്കിക്ക്. ബാക്കിയുള്ളവരെല്ലാം അവൻ രക്ഷിച്ചോളും. കിളവനാണെന്ന് കരുതി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശിവൻ അശ്വത്ഥാമാവിന് ഒരു വരം കൊടുത്തു. അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ഭഗവാൻ ശിവൻ ഒരു രത്നം വെച്ചു കൊടുത്തു. ഇത് ശരിക്കുമുള്ള കഥയാണ്. ആ രത്നവും ഇവിടെ കാണാം. അങ്ങനെ മറ്റേ ആൾക്കാർ ദീപികയെയും വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അശ്വത്ഥാമാവ് ഉള്ളതുകൊണ്ട് ഇവന്മാർക്ക് ഒരു പരിപാടി നടക്കത്തില്ല. അങ്ങനെ മറ്റവർ ദീപികയെയും വയറ്റിലുള്ള കൽക്കിയും തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഭൈരവയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും. പ്രഭാസ് ആണ് ഇവിടെ ഭൈരവ. ഇതിൽ ഭൈരവ അന്നത്തെ ഒരു ഹൈടെക് വാടക ഗുണ്ട, കിഡ്നാപ്പർ എന്നൊക്കെ പറയാം, ഒരു ബൗണ്ടി ഹണ്ടർ. അങ്ങനെ പുള്ളിക്ക് ഒരു ബൗണ്ടി അലർട്ട് വരുന്നു. ബൗണ്ടി എന്ന് വെച്ചാ കൊട്ടേഷൻ. 150 ദിവസം പ്രഗ്നന്റ് ആയ ഒരു ലേഡിയെ പിടിച്ചു കൊടുത്ത 1 മില്യൺ യൂണിറ്റ് ബൗണ്ടിയായി ലഭിക്കും. അങ്ങനെ ഭൈരവ ടാസ്ക് ഏറ്റെടുത്ത് അവരെ പിടിക്കാൻ പോകുക. ഈ സമയം ഈ വണ്ടിയിലാണ് പ്രഗ്നന്റ് ലേഡിയെ കൊണ്ട് അശ്വത്ഥാമാവ് യാത്ര ചെയ്യുന്നത്. പിന്നെ അവർ താമസിക്കുന്നത് ആദ്യം കാണിച്ച കാശിയിലെ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഭൈരവ ഇവരെ പിടിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അശ്വത്ഥാമാവ് അടിയും കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവസാനം ഭൈരവയ്ക്ക് ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. ഭൈരവ അവളെ പിടിച്ചടങ്ങുമെന്നും പറഞ്ഞ് ഇറങ്ങുന്നു. പ്രഗ്നന്റ് ലേഡിയെ പിടിക്കാൻ വേണ്ടി ഭൈരവ അശ്വത്ഥാമാവിനെ കൊല്ലത്തൊന്നുമില്ല. പുള്ളി അങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല. കൽക്കി ജനിക്കുന്നത് വരെ അശ്വത്ഥാത്മാവിന് അവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. കൽക്കി ജനിക്കുന്നതോടുകൂടി മാത്രമേ അശ്വത്ഥാമാവിന് ശാപമോക്ഷം ലഭിക്കൂ. അപ്പോഴേക്കും ഭൈരവിക്ക് അവർ എന്താണെന്നും ദീപികയുടെ വയറ്റിലുള്ള കുഞ്ഞ് ആരാണെന്നൊക്കെ മനസ്സിലായി കാണും. കൽക്കി ജനിക്കുന്നതോടുകൂടി അശ്വത്ഥാമാവിന് ശാപമോക്ഷം ലഭിച്ച് പുള്ളി ചിലപ്പോ മരിച്ചു പോകുമായിരിക്കും. അതിനുശേഷം കുഞ്ഞായ കൽക്കിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭൈരവയ്ക്കായിരിക്കും. അപ്പോഴേക്കും വില്ലൻ എൻട്രി കമൽഹാസൻ. പുള്ളിയാവാം സുപ്രീം യാസ്കിൻ അഥവാ കലി. ഇത്രയാണ് ട്രെയിലറിലുള്ളത്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കഥ ട്രെയിലർ വെച്ച് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞതാ. കലിയെ കൊല്ലുക എന്നുള്ളതാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം. കൽക്കി അവതരിക്കും, കലിയുഗം അവസാനിക്കും. കലി വേഴ്സസ് കൽക്കി എന്നുള്ളത് റൈറ്ററിന്റെ ഇമാജിനേഷനും തോട്ടുമാണ്. അതിനി ഞാൻ പറഞ്ഞു കുളമാക്കുന്നില്ല. അപ്പോ ഇത്രയാണ് കൽക്കി ട്രെയിലർ ഡീകോഡ് ചെയ്തതിന്റെ റിസൾട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോ ഓക്കെ, ബൈ.